ഒരു പ്രയോജനം വരുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല. നിങ്ങൾക്ക് കവിതയൊക്കെ ഇഷ്ടമാണോ? ഇല്ലേ? ഞാൻ ഒരു പാട്ട് പാടിയാൽ അല്ലെങ്കിൽ ഞാനൊരു കവിത ചൊല്ലിയാൽ നിങ്ങളത് ഏറ്റി ചൊല്ലാമോ? ഇഷ്ടം തന്നെ. ശരി, ഞാൻ ചൊല്ലാം. അപ്പൊ നിങ്ങൾ ഏറ്റി പറഞ്ഞാൽ മതി. ഈ കവിത നമ്മുടെ കന്യാകുമാരി ജില്ലക്കാരനായ ഈ അടുത്ത കാലത്ത് അദ്ദേഹം നമ്മെ വിട്ടുപോയി. വളരെ പ്രസിദ്ധനാകേണ്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ ഇടം ഇവിടെ ആയതുകൊണ്ടായിരിക്കാം വളരെ മനോഹരമായിട്ട്, കാരണം ഭാഷയിൽ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ, കവിത കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു ഒതുങ്ങിക്കഴിഞ്ഞ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കാനിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയാം, നിങ്ങൾ ചിലപ്പോൾ കേട്ടിരിക്കും. പാകോട് നാരായണപിള്ള. അദ്ദേഹത്തിൻ്റെ ഒരു കൊച്ചു കവിതയാണ്. കുട്ടികളാണൊരു വീടിൻ്റെ സ്വർഗമുണർത്തും ദീപങ്ങൾ. കുട്ടികളാണൊരു വീടിൻ്റെ അല്ല, കുട്ടികളാണൊരു വീടിൻ്റെ എത്ര കുട്ടികളാണൊരു വീടിൻ്റെ കുട്ടികളാണൊരു വീടിൻ്റെ സ്വർഗമുണർത്തും ദീപങ്ങൾ. കുട്ടികളാണൊരു വീടിൻ്റെ സ്വർഗമുണർത്തും ദീപങ്ങൾ. ഈ സ്വർഗമുണർത്തും ദീപങ്ങൾ. കുട്ടികളാണൊരു നാടിൻ്റെ കുട്ടികളാണൊരു നാടിൻ്റെ സ്വത്തും സുഖവും സമ്പത്തും. കുട്ടികളാണൊരു നാടിൻ്റെ സ്വത്തും സുഖവും സമ്പത്തും. കുട്ടികളാണീ ലോകത്തിൻ കുട്ടികളാണീ ലോകത്തിൻ മുത്തുകളവരെ സ്നേഹിപ്പാം. മുത്തുകളവരെ സ്നേഹിക്കാം. തൊട്ടിലുറങ്ങും വീടല്ലോ പൊട്ടിച്ചിരിയുടെ പൂന്തോട്ടം. തൊട്ടിലുറങ്ങും വീടല്ലോ പൊട്ടിച്ചിരിയുടെ പൂന്തോട്ടം. കുട്ടികൾ തുള്ളും മുറ്റത്ത് കുട്ടികൾ തുള്ളും മുറ്റത്ത് നാട്ടിൻ നന്മ. കുട്ടികൾ തുള്ളും മുറ്റത്ത് അത്തപ്പൂവണി വേണ്ടല്ലോ. നാടിൻ നന്മയിരിപ്പതു നമ്മുടെ നാടിൻ നന്മയിരിപ്പതു നമ്മുടെ. നറുമുത്തുകളാം കുട്ടികളിൽ നറുമുത്തുകളാം കുട്ടികളിൽ അല്ലേ? അപ്പോ കുട്ടികളാണ് നാടിൻ്റെ സ്വർഗമുണർത്തും ദീപങ്ങൾ അല്ലേ? കുട്ടികളല്ലേ? കുട്ടികളാണ്. അതുപോലെ സ്വത്തും സുഖവും സമ്പത്തും എല്ലാം കുട്ടികളാണ്. ഞാൻ പറയില്ല, നിങ്ങൾ പറയണം. പക്ഷെ കവിത ഞാൻ പറയും. ശരി, എല്ലാവരും. ഒരു കാറ്റടിച്ചപ്പോൾ അവിടെയൊന്നും കാറ്റടിക്കും. ഒരു കാറ്റടിച്ചപ്പോൾ ഒരു മാങ്ങ വീണപ്പോൾ
ഒരു കാറ്റടിച്ചപ്പോൾ ഒരു മാങ്ങ വീണപ്പോൾ, ഒരു കാറ്റടിച്ചപ്പോൾ ഒരു മാങ്ങ വീണപ്പോൾ, ഒരുപാട് പിള്ളേരങ്ങോടിച്ചെന്നു, ഒരുപാട് പിള്ളേരങ്ങോടിച്ചെന്നു. ഉന്തായി തള്ളായി, ഉന്തായി തള്ളായി, തിക്കായി തിരക്കായി, ചക്കര മാമ്പഴം എന്തായി? ചക്കര മാമ്പഴം എന്തായി? ആ ചപ്പിളി വിളിയായി അല്ലേ? ഒരു കാറ്റടിച്ചപ്പോൾ ഒരു മാങ്ങ വീണപ്പോൾ ഒരുപാട് പിള്ളേരങ്ങോടിച്ചെന്നു. ഉന്തായി തള്ളായി, തിക്കായി തിരക്കായി, ചക്കര മാമ്പഴം ചപ്പിളി കിളിയായി അല്ലേ? ഇതിലെ കവിത എന്താണെന്ന് നിങ്ങൾ പറയണം. ഞാൻ പറയണം. ആ ഒരു കാറ്റടിച്ചു, എത്ര മാമ്പഴം വീണു? ഒരു മാമ്പഴം. അങ്ങൊരു മാവ് തോന്നുന്നു വിചാരിക്കുക, ഒരു മാമ്പഴം. ഈ ഒരു മാമ്പഴം എടുക്കാൻ പോയവരാ എത്ര പേരാ? എല്ലാരും കൂടെ ഓടി. നിങ്ങൾ എല്ലാരും ഓടി അല്ലേ? ഈ എല്ലാരും കൂടെ പോയി ഒരു പഴുത്ത മാങ്ങയുടെ പുറത്ത് വീഴുന്നത് എന്താവും? അത് ചപ്പിടി ചടിയാവും. അതിന്റെ ഓരോരുത്തൻ കൊണ്ടുപോയി അതിന്റെ മാങ്ങേണ്ടി വേറൊരുത്തൻ എടുത്തോണ്ട് പോയാൽ വേറൊരുത്തൻ ചവിട്ടി ഇല്ലാതാക്കി. പിന്നെ അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനവുമില്ല. നേരെ മറിച്ച് നമ്മള് ഒരാളാണ് ആ മാമ്പഴം എടുത്തെങ്കിലോ അത് നല്ല മാമ്പഴമായിട്ട് കിട്ടും. നമുക്ക് എല്ലാവർക്കും അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കഴിക്കും. അപ്പൊ ഒരാൾ കൈകാര്യം ചെയ്യേണ്ട പ്രശ്നം നമ്മളെല്ലാരും കൂടെ പോയി കൈകാര്യം ചെയ്താൽ എന്താവും? അത് ചപ്പിളി പിളിയാവും, കുളമാവും. കുളം അല്ലെ? ഇല്ലാതാവും, നശിക്കും. ഇതാണ് അതിനകത്തുള്ള കവിത. ഈ കവിതയുണ്ട്. അതാണ് നിങ്ങൾ എന്തിനാ കവിത പഠിക്കായിട്ടിരിക്കുന്ന? കൊച്ചു കവിതകളൊക്കെ പഠിക്കായിട്ടിരിക്കില്ലേ? എന്തിനാ പഠിക്കായിട്ടിരിക്കണേ? ചുമ്മാ കാണാനാണോ? അല്ല. കാരണം നമുക്ക് ഓരോ കാര്യങ്ങൾ, ഓരോ തത്വങ്ങൾ, നമ്മുടെ ജീവിതത്തിന്റെ രീതികൾ, കുട്ടികളുടെ സ്വഭാവങ്ങൾ, എങ്ങനെ നമ്മൾ ജീവിക്കണം, ഇതെല്ലാം കവിതകളിലൂടെ ആ കുട്ടികൾക്ക് സാഹിത്യത്തിലൂടെയും കഥകളിലൂടെയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് പഠിക്കാൻ ഇട്ടിരിക്കുന്നത്. നേരം വെളുത്തെന്നാര് ചൊല്ലി, നേരം വെളുത്തെന്നാര് ചൊല്ലി? ആര് പറഞ്ഞു? കോഴി. ഇപ്പോഴെ രാത്രി കോഴിയൊന്നും പോവാറില്ല. ഇപ്പൊ ഏതെങ്കിലും വീട്ടിൽ കോഴി കൂടാൻ നമ്മൾ കേൾക്കാറുണ്ടോ? ഇല്ല. അല്ല. നേരം വെളുത്തെന്നാര് ചൊല്ലി, നേരം വെളുത്തെന്ന് കണ്ണു ചൊല്ലി. കണ്ണു നോക്കുമ്പോൾ നേരം വെളുത്ത അറിയുന്നു അല്ലേ? ഈ കോഴി രാത്രി 12 മണിക്ക് കയറി കൂവിയാലോ നമ്മളെ പറ്റിയില്ലേ അല്ലേ? സൂര്യൻ ചിലപ്പോൾ മഴക്കാറ് കൊണ്ട് ചിലപ്പോൾ കണ്ടില്ലാന്നിരിക്കും, അപ്പോഴും നമ്മളെ പറ്റിയില്ലേ? എന്നാലും നമ്മൾ കണ്ണു തുറന്നു നോക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും സൂര്യനെ കാണുമെങ്കിൽ നമ്മൾ കണ്ണു നോക്കണമല്ലോ അല്ലേ? അതാ നേരം വെളുത്തെന്നാരി ചൊല്ലി, നേരം വെളുത്തെന്നു കണ്ണു ചൊല്ലി, പൂങ്കോഴി കൂവി എന്നാരി ചൊല്ലി, പൂങ്കോഴി കൂവി എന്നാരി ചൊല്ലി, പൂങ്കോഴി കൂവിയൻ കാതു ചൊല്ലി, പൂമണം വന്നെന്നാരി ചൊല്ലി, പൂമണം വന്നെന്നു മൂക്കു ചൊല്ലി, കാഞ്ഞിരം കയ്ക്കുമെന്നാരി ചൊല്ലി, കാഞ്ഞിരം കയ്ക്കുമെന്നാവ് ചൊല്ലി, വെള്ളം തണുത്തെന്നാരി ചൊല്ലി, വെള്ളം തണുത്തെന്നു കൊക്കു ചൊല്ലി. സ്കിൻ തൊലി അല്ലേ? അപ്പൊ ഇത് പഞ്ചേന്ദ്രിയങ്ങളാണ്. അപ്പം പഞ്ചേന്ദ്രിയങ്ങളെ നമ്മളൊരു കവിതയിലൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്നൊരു മനസ്സിലാവും. നമ്മുടെ മനസ്സിൽ അത് പതിഞ്ഞിരിക്കും. ആണ് നേരം വെളുത്തെന്നാരി ചൊല്ലി, നേരം വെളുത്തെന്നു കണ്ണു ചൊല്ലി, പൂങ്കോഴി കൂവി എന്നാരി ചൊല്ലി, പൂങ്കോഴി കൂവിയൻ കാതു ചൊല്ലി, പൂമണം വന്നെന്നാരി ചൊല്ലി, പൂമണം വന്നെന്നു മൂക്കു ചൊല്ലി, കാഞ്ഞിരം കയ്ക്കുമെന്നാരി ചൊല്ലി, കാഞ്ഞിരം കയ്ക്കുമെന്നാവു ചൊല്ലി, വെള്ളം തണുത്തെന്നാരി ചൊല്ലി, വെള്ളം തണുത്തെന്നു കൊക്കു ചൊല്ലി. അല്ലേ?
അപ്പോൾ നമ്മുടെ സാഹിത്യം കൊണ്ട് കവിത കൊണ്ടൊക്കെയുള്ള പ്രയോജനം ഇതാണ്. വേറെ നോക്കൂ, തടികൾ പിടിക്കാൻ കരി വേണം, പിടിക്കാൻ കരി വേണം, ഉഴുതുമറിക്കാൻ കരി വേണം. തടികൾ പിടിക്കാൻ കരി വേണം, ഉഴുതുമറിക്കാൻ കരി വേണം. ഉണ്ണിക്കുട്ടനു വെള്ളച്ചുവരിൽ പടം വരയ്ക്കാൻ കരി വേണം, വെള്ളച്ചുവരിൽ പടം വരയ്ക്കാൻ കരി വേണം. എന്താണെന്താണീ കരികൾ ആനകലപ്പകരിക്കട്ട, എന്താണെന്താണീ കരികൾ ആനകലപ്പകരിക്കട്ട. അല്ലേ? തടികൾ പിടിക്കും കരി ആരാണ്? ആന. അല്ലേ? തടികൾ പിടിക്കുന്ന കരി ആന, ഉഴുതുമറിക്കുന്ന കരി എന്താണ്? കലപ്പ. ഇന്ന് കലപ്പ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് പുരാവസ്തു വച്ചിരിക്കുന്നത് പോലെ കാണിക്കേണ്ടതാണ്. കലപ്പയോടുള്ള പരിചയമൊന്നും ഇന്നുള്ള കുട്ടികൾക്ക്, നാട്ടും പ്രദേശത്തുള്ള കുട്ടികൾക്ക് പോലും ഇല്ല. കാരണം നാട്ടും പ്രദേശത്ത് വയലും നിലമൊക്കെ ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ. അതുമില്ല, എല്ലാം പോയി. എല്ലാം നമ്മള് വേട്ടി തള്ളിക്കളഞ്ഞു, ഇപ്പം പറഞ്ഞ പോലെ. അല്ലേ? അപ്പോ അതാണ് തടികൾ പിടിക്കാൻ കരി വേണം ആന, ഉഴുതുമറിക്കാൻ കരി കലപ്പ, ഉണ്ണിക്കുട്ടന് വെള്ളച്ചുവരിൽ പടം വരയ്ക്കാൻ കരി വേണം കരിക്കട്ട. അല്ലേ? നമ്മൾ പടം വരയ്ക്കൂലേ ചുവരിലൊക്കെ കരിക്കട്ട എടുത്ത്. അതെ. അപ്പോ നോക്കൂ, വാക്കുകളെല്ലാം ഒരേ വാക്ക്, കരി കരി കരി. പക്ഷെ അതിന്റെ അർത്ഥം എന്താ? വേറെ വേറെയാണ്. അപ്പൊ ഒരേ വാക്ക് തന്നെ വ്യത്യസ്ത അർത്ഥത്തിൽ. അല്ലേ? അക്ഷരക്കൂട്ടത്തെ ഒന്നായി തർത്ഥം ഭേദിച്ചിടുമ്പടി ആവർത്തിച്ച് കറിച്ചിടി ലമകം പലമാതിരി എന്നൊക്കെ ഭാഷയില് പറയും. അപ്പൊ ഏതായാലും ഞങ്ങളുടെ ഈ പരിപാടിയിൽ വെയില്, നമ്മുടെ പരിപാടി നിർത്താൻ പോയപ്പോ വെയില് മാറിത്തന്നു. വെയില് പറയണം കുറച്ചുകൂടെ വരട്ടെ എന്നായിരിക്കും. അല്ലേ? സൂര്യൻ, വെയിൽ കൊണ്ടുവരുന്ന ആരാണ്? സൂര്യൻ. ഏതായാലും ഈ പ്രവേശനോത്സവം നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ, മുൻപത്തെക്കാളും കൂടുതൽ ഊർജം പകർന്ന് നമ്മൾ ഓരോരുത്തരും, ഇപ്പോൾ നമ്മൾ സ്കൂളിൽ വരുമ്പോൾ നമ്മൾ ആരെയാണ് അനുസരിക്കേണ്ടത്? സ്കൂളിൽ വരുമ്പോൾ നിങ്ങൾ ആരെയാണ് അനുസരിക്കുന്നത്? അധ്യാപകരെയാണ്, ടീച്ചേഴ്സിനെയാണ്. അതുപോലെ വീട്ടിൽ പോയാൽ ആരെയാണ് അനുസരിക്കുന്നത്? അമ്മ, അച്ഛൻ, അവരെയൊക്കെ അനുസരിക്കും. അപ്പോ ഈ സ്കൂളിൽ വരുമ്പോൾ അധ്യാപകരാണ്, അല്ലേ? പക്ഷെ വീട്ടിൽ പോകുമ്പോൾ നിങ്ങളുടെ അമ്മയും അച്ഛനും മാത്രമല്ല, അധ്യാപകരുമാരാണ്? അവർ തന്നെ. ഇവിടെ വരുമ്പോ അമ്മയും അച്ഛനും ആരാണ്? അധ്യാപകരാണ് ഇവിടെ സ്കൂളിൽ. അല്ലേ? അപ്പോ ഈ ഒരു രീതിയിൽ വിജ്ഞാന ദീപം കെടാതെ കാത്തിയിടുന്ന നമ്മുടെ വിദ്യാലയം മഹാക്ഷേത്രമാണ് എന്നുള്ള ഓർമ്മയോടുകൂടി നമ്മൾ, അല്ലേ? കുട്ടികളുടെ ദോഷലക്ഷണങ്ങൾ അറിയാമോ? കുട്ടികൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ: കിളിഭ്യം, വിടുവാശാഠ്യം, ദുർച്ചോദ്യം, വെറുതെ ചിരി, കാണാ കേളെ ഇരിപ്പകിരെ ഷഷ്ടാംഗ ദോഷലക്ഷണം. കേട്ടിട്ടുണ്ടോ ഇത്? കിളിഭ്യം, വിടുവാശാഠ്യം, ദുർച്ചോദ്യം, വെറുതെ ചിരി, കാണാ കേളെ ഇരിപ്പകിരെ ഷഷ്ടാംഗ 6 ദോഷലക്ഷണങ്ങളാണ്. ഒന്ന് എളിഭ്യം പറയുക, ചുമ്മാ ഇരുന്നു കൊണ്ട് വല്ലതുമൊക്കെ വിളിച്ചു പറയാം. അതാണ് എളിഭ്യം. എന്താ ഇളിഭ്യം പറയുന്നു? ആണ് ഇളിഭ്യം. വിടുക, വായി തോന്നിയത് വിളിച്ചു പറയുക. ഇളിഭ്യം വിടുക. അത് കഴിഞ്ഞിട്ട് ശാഠ്യം, ആവശ്യമില്ലാത്ത ശാഠ്യം പിടിക്കുക. ഇളിഭ്യം, വിടുക, ശാഠ്യം. അത് കഴിഞ്ഞ് ദുർച്ചോദ്യം, ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുക, ആവശ്യമുള്ള ചോദിക്കുക. അതാണ് ഇളിഭ്യം, വിടുക, ശാഠ്യം, ദുർച്ചോദ്യം. ഇതെല്ലാം കഴിഞ്ഞിട്ട് വെറുതെ ചിരി, ചുമ്മാ ഇതിനോട് ചിരിക്കുന്നതാണ് വെറുതെ ചിരി. ഇതാണ് നിങ്ങളുടെ ദോഷലക്ഷണം. ഇതൊക്കെ നമ്മൾ പാടില്ലാത്തതാണ്. ഇതെല്ലാം നമ്മൾ മാറ്റണം. അല്ലേ? ഏതായാലും നമ്മൾ നല്ല കുട്ടികളായി ഈ സ്കൂളെന്നും എല്ലാ കാലവും ഈ കാണുന്ന നമ്മുടെ മഹാന്മാരെ പോലെ, ഈ ചിത്രത്തിൽ കാണുന്നില്ലേ, ഇവരെയൊക്കെ നമുക്കറിയാം. അവരെ പോലെ നല്ല ആൾക്കാരായി, നല്ല വിജ്ഞാനികളായി ഭാവിയിൽ, അതിലൂടെ സ്കൂളിനും അതിന് പറ്റിയ അധ്യാപകരൂടെയുണ്ട്. സതീഷ് സാറും അതുപോലെ തന്നെ നമ്മുടെ ഗംഗാര സാറും ഒക്കെ, അമരമുള്ള സാറും ഒക്കെ ഉണ്ട്. അതുപോലെ മറ്റു പല അധ്യാപകരും ഉണ്ട്. അവരുടെ അറിവുകളെ
സ്വീകരിച്ച് എല്ലാ കാലവും ഉയർന്നുയർന്ന് വിജ്ഞാന ദീപം കെടാതെ കാത്തിയിടുന്ന ഈ വിദ്യാലയം എന്നും ഒരു മഹാക്ഷേത്രമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടിയിൽ നിന്ന് പിന്മാറുന്നു. എല്ലാവർക്കും നന്ദി. മദഗജമുഖനി ഗിരിജാസുധനി ഗണപതി ഭഗവാനേ മരുമുഖനീയൻ അറിവിൻ പതിയ ഹരനുടെ തിരുമകനേ ശ്രീ ഹരനുടെ തിരുമകനേ മദഗജമുഖനി ഗിരിജാസുധനി ഗണപതി ഭഗവാനേ കുബേരഗർവം തീരും വരയാൻ കുംഭനിറച്ചവനേ കുബേരഗർവം തീരും വരയാൻ കുംഭനിറച്ചവനേ വ്യാസൻ തന്നുടെ മാനസവ്യാസം കണ്ടു നിറഞ്ഞവനേ തന്തം കൊണ്ടു കുറിച്ചവനേ വ്യാസൻ തന്നുടെ മാനസവ്യാസം കണ്ടു നിറഞ്ഞവനേ തന്തം കൊണ്ടു കുറിച്ചവനേ മദഗജമുഖനി ഗിരിജാസുധനി ഗണപതി ഭഗവാനേ എട്ടും കൂട്ടി വിളമ്പാം നിന്നുടെ ഇഷ്ടം നിറവേറ്റാം എട്ടും കൂട്ടി വിളമ്പാം നിന്നുടെ ഇഷ്ടം നിറവേറ്റാം ഈരന്മാരാതെ തമിടും എൻ വിഘ്നം നീക്കണമേ ഈരന്മാരാതെ തമിടും എൻ വിഘ്നം നീക്കണമേ കലിയുഗ പമ്പാ ഗണപതിയേ കലിയുഗ പമ്പാ ഗണപതിയേ കലിയുഗ പമ്പാ ഗണപതിയേ കലിയുഗ പമ്പാ ഗണപതിയേ മദഗജമുഖനി ഗിരിജാസുധനി ഗണപതി ഭഗവാനേ മരുമുഖനീയൻ അറിവിൻ പതിയ ഹരനുടെ തിരുമകനേ ശ്രീ ഹരനുടെ തിരുമകനേ മദഗജമുഖനി ഗിരിജാസുധനി ഗണപതി ഭഗവാനേ
நேரம் காலை வேளையிலே கிட்டத்தட்ட 20 மாதங்களுக்கு பிறகு எங்கள் பள்ளியினை நோக்கி பறந்து வந்திருக்கக்கூடிய வண்ணத்து பூச்சிகளாகிய என் பள்ளி மாணவர்களை வரவேற்கும் இந்த இனிய நிகழ்ச்சியை தலைமையேற்று நடத்தி கொண்டிருக்கக்கூடிய எங்கள் பள்ளியினுடைய அட்மினிஸ்ட்ரேட்டிவ் ஆஃபீஸர் மரியாதைக்குரிய திரு தாமோதரன் சார் அவர்களே, இந்த பள்ளியினுடைய மேனேஜ்மெண்ட் மெம்பராக எங்களது ஒவ்வொரு நிகழ்விலும் பங்கேற்றுக் கொண்டிருக்கக்கூடிய சிவசங்கரன் சார் அவர்களே, இன்றைய விழாவினுடைய சீஃப் கெஸ்டாக அருமையான ஒரு வரிசை எனக்கு ரொம்ப பிடிச்சது. மலையாளம் கொஞ்சம் புரியல, பட் ஆனாலுமே the way he presented ரொம்ப அழகாக இருந்து ஒரு மல்டி டேலண்டட் பர்சன் கரிக்குலம் ரவி சார் அவர்களே, இந்த சார் அவர்களே, அண்ட் பள்ளியினுடைய முதல்வராக ஒவ்வொரு விழாவையும் மிக சிறப்பாக அரங்கேற்றிக் கொண்டிருக்கக்கூடிய பள்ளியினுடைய முதல்வர் அவர்களே, இதுவரை வந்து இந்த விழாவிலே பங்கேற்க முடியாமல் போன இந்த பள்ளியினுடைய பெற்றோர் ஆசிரியர் கழகத்தினுடைய தலைவராக இருக்கக்கூடிய நல்லகம்பி சார் அவர்களே, மீண்டும் இங்கு வருகை தந்திருக்கக்கூடிய அனைத்து பிடிஏ எக்ஸிக்யூட்டிவ் உறுப்பினர்கள், பெற்றோர்கள், மாணவர்கள் அனைவருக்கும் முதற்கண் எனது வணக்கத்தை தெரிவித்துக் கொண்டு ஒரு 2 minutes மட்டும் உங்ககிட்ட பேசலாம்னு நினைக்கிறேன். என்ன ரொம்ப சன்லைட்டா இருக்கு. So students, listen carefully. One day in an assembly I will ask what I told in the first day. Okay, so who is telling? I'll give you a gift. Understood? மனிதன் வாழும் வழிவகைகளை நன்கு தெரிந்து கொள்ள வேண்டும். சிந்தனையும் தெய்வ வந்தனையும் மனிதனுடைய வாழ்வை உயர்த்துகின்றன. நமக்கு எது மகிழ்ச்சியை தருகிறதோ அதனை நாம் பிறருக்கு செய்ய வேண்டும். நமக்கு எது வெறுப்பை தருகின்றதோ அதனை நாம் மறந்தும் பிறருக்கு செய்யக்கூடாது. திருப்பியும் சொல்றேன், மனிதன் வாழும் வழிவகைகளை நன்கு தெரிந்து கொள்ள வேண்டும். சிந்தனையும் தெய்வ வந்தனையும் மனிதனுடைய வாழ்வை உயர்த்துகின்றன. நமக்கு எது மகிழ்ச்சியை தருகிறதோ அதனை நாம் பிறருக்கு செய்ய வேண்டும். நமக்கு எது வெறுப்பை தருகின்றதோ அதனை நாம் மறந்தும் பிறருக்கு செய்யக்கூடாது. 4 சென்டென்ஸ், இதை அப்படியே மனசுல வச்சுக்கோங்க. ஒன் டே ஐ லாஸ்ட் அகெயின் இந்த அசம்பிளி. மனிதன் எல்லாருமே ரொம்ப விரும்பக்கூடியது நம்ம இந்த வாழ்க்கை, நம்முடைய இந்த வாழ்வு வந்து மிகவும் சந்தோஷமாக இருக்கணும், இனிமையாக இருக்கணும். அது எல்லாருக்குமே பேரண்ட்ஸ் முதல் ஸ்டூடெண்ட்ஸ் முதல் நாங்கள் எல்லாரும் விரும்பக்கூடியதுதான். Very good morning, my dear students. How are you? After long 20 months, is it correct? 20 months. Huh? How do you feel now? Good. Thank you very much, my dear children. Yes, respected the dignitaries and respected my dear parents and my dear teachers and my dear young talented kids. Very good morning to one and all here. Yes, my dear children, I believe you are fed up with the stories and other things now. Is it correct? Now we can come back to the online class to offline class. Is it correct? So last 20 months you were with your mother and father. Is it correct? They were act as a teacher. Is it correct? They asked you to sit and study. They asked you to read. They asked you to do something. Is it correct? So from here, what you are understanding? Your parents are the teacher. Is it correct? Yes or no? So you can understand your parents are the primary teacher. Very clear? At the same time now, after these 20 months, now we are going to come back to our proper destination for getting the proper and the good and effective learning materials, learning education. So for that purpose, only today we are celebrating some changes. To bring some changes, we have to develop our brain. We have to create our brain. For that purpose, this is the destination for you. Understand? So, my dear children, here now I am asking you people to go to your classes. Concern the classes first, all the students. But the parents should be remain here.
I want to give some instruction to the parents how to do that. Yes, my dear children. Now I want only one important thing. How to give the respect to your parents. That is very, very important. You are the young talented kids. From KG to 8th standard you are sitting here. The last 20 months you are sitting with your parents. Understand? Now you are going to come back with your other parents. That is the second mother. Second mother. Your teachers are the second mother in the school. Very clear? Your parents are the primary teacher in your home. Understand? But you are calling mummy and daddy there, acha and amma there. But here you are calling your teacher ma'am or sir or teacher. Is it correct? Very clear? So, here my dear children, you have to understand one thing. Now, from 8th onwards, your regular classes are going to start. 8th Monday. From 8th Monday, because tomorrow fallen on Deepavali. Is it correct? Yes, you can celebrate nicely your Deepavali tomorrow with your parents with a lot of what? Sweets. It is the light. Deepavali gives the light, you know. It is a temple of light. So bring in the brightness, bring in the illuminations, bring the sprinkler. Very clear. Like that you can entertain for tomorrow and after tomorrow. Then Saturday and Sunday holiday, and Monday you should come to school. The regular classes are going to start from Monday. Very clear? Understand? Huh? Okay. Are you happy? Yes. Now please stand up, the LKG students. KG students, stand up. Those who are the KG students, stand up. Please, my dear children, you can go and visit your classroom. What are the things are there, everything you can find out there, and you can interact. Only 10 minutes. No need for more than that. Only 10 minutes you can sit and you can come back. Only 10 minutes. KG students, please go with your concerned teachers. You get it, laddu from your teacher. Please, you can distribute laddu for the young kids. LKG and UKG. Please go to your classroom and come back. Please come forward.
വിഷമം തിരിച്ചറിയാൻ പറ്റും. കുട്ടികളുടെ തലവേദന, കുട്ടികളുടെ കണ്ണുകാണായ്മ, കുട്ടികൾക്ക് വായിക്കാൻ പറ്റാതിരിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ കുട്ടികളെ അന്വേഷിക്കാൻ പാടില്ല, വഴക്ക് പറയാൻ പാടില്ല. കാരണം നമുക്ക് അറിയാം നമ്മുടെ പ്രകൃതി ചെയ്തവർക്ക് ഒരു വിലയാണ് ഈ കാരണം, അല്ലേ? അതുകൊണ്ട് മാക്സിമം കുട്ടികളെ വഴക്ക് പറയാം. ബാക്കി ദിവസങ്ങളിൽ സ്കൂൾ ക്ലാസ് റൂം വസതികളുണ്ടോ? ക്ലാസ് റൂം അങ്ങനെ 7 മണി മെയിൻ 3 സബ്ജക്ട് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ ദിവസം 3 സബ്ജക്ട് മനസ്സിലായില്ലേ? അപ്പൊ ഒരു ദിവസം First